ഇനി നമ്മളെയും നമ്മളെ പിന്തുടരുന്ന ആളുകളെയും പുറത്തുനിന്ന് നോക്കുന്ന ആളുകളുമൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിൽ രാഷ്ട്രീയപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്, സംഘടനാപരമായ ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഭരണഘടന നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നതും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ELF പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതനിരപേക്ഷതയും അങ്ങനെ ഈ ഭരണഘടന എന്ത് മുന്നോട്ട് വെക്കുന്നോ അതിനെ സ്വാംശീകരിച്ചാൽ എന്ത് കിട്ടുമോ അത് പിന്തുടർന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. കാരണം ഞങ്ങൾ ELF എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിലാണ്, ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതി. പല ആളുകളും അപ്പോൾ ചോദിക്കും, ഇതെന്തിനാണ് ഇങ്ങനൊരു പാഠ്യപദ്ധതി വെക്കുന്നതെന്ന്. ആ പാഠ്യപദ്ധതി 1957 മുതൽ കേരളത്തിൽ വരുത്തിയ രാഷ്ട്രീയ സാമൂഹിക കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനും അതിന് പരിഹാരമെന്ന നിലയിൽ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ 1951 ഈസ്റ്റ് ബോംബെ, ഇന്ന് മുംബൈയാണ്, ഈസ്റ്റ് ബോംബെയിൽ ഒരു വനിതാ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പൺ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വനിതകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രേണീകൃത ജാതി വ്യവസ്ഥയിൽ ഉന്നത നിലയിലെത്തിയ ആളുകളാണ്, ആ ജാതി ശ്രേണി നിൽക്കുന്ന ആളുകളാണ്. അവർ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറോട് ചോദിക്കുന്നു, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇത് ഇത്രയും ഈ ജനങ്ങളെ സുരക്ഷിതരാക്കത്തക്കനിൽ ഒരു സംവരണം നിങ്ങൾ നേടിയെടുത്തപ്പോൾ ഇതിനെ മറികടക്കുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ആ രാഷ്ട്രീയ അധികാരം ഇവിടെ കൊണ്ടുവരുമെന്ന് ആചാര്യ കൃപാലിനിയെ പോലെ ഒരു കോൺഗ്രസ്സുകാരൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇത് തിരിച്ചറിയുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ് അന്ന് അങ്ങ് പറഞ്ഞതെന്നാണ്. അവർ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ ആചാര്യ കൃപാലിനിയെ പോലെയുള്ള ആളുകൾ രാജ്യത്തിൻ്റെ അധികാരം പങ്കിട്ടെടുത്താൽ ഈ മുന്നോട്ട് വെച്ച സംവരണത്തിൻ്റെ തോതും സംവരണത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ അവരുടെ കൈവശമാകില്ല എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹം എൻ്റെ ഈ ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന ആളുകൾ നാളുകളിൽ ജാതിരൂഢമായ ഈ സമൂഹത്തിൽ, ജാതി കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ജാതിരൂഢമായ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും ജനസംഖ്യയുടെ പ്രാധാന്യം ബോധ്യപ്പെടുമ്പോൾ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തെക്കുറിച്ച് നിങ്ങളോട് സമ്മതിക്കാൻ തയ്യാറാകുമെന്നാണ് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ അന്നത്തെ വിദ്യാസമ്പന്നരായ യുവതികളോട് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞ ആ സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ സന്തോഷ് പാലത്തും പാടലും ലീതേഷും ജോണിക്കുട്ടിയും സാഹിതി ടീച്ചറും രാജമ്മ സദാനന്ദനും PI തങ്കച്ചനും ലാലു മടത്തറയും ശ്രീകുമാർ ചക്കാലയും ഒക്കെ പറയുന്നു, വരുത്തി തീർക്കുന്നു എന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനകളുടെയും ഒരു രജിസ്ട്രേഷൻ നമ്പറിൽ വീണ്ടും ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമേയില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഞങ്ങൾക്ക് താല്പര്യം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാഷ്ട്രീയ ബോധ്യമുള്ള സമൂഹത്തെ ചിന്തിപ്പിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം. രാഷ്ട്രീയ ബോധ്യമുള്ള ബഹുജനങ്ങളുടെ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന്. ഒരിക്കലുമല്ല. കാരണം അതിന് ബദൽ വെക്കാൻ പറ്റുന്ന ഒന്നും ഈ രാജ്യത്ത് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിനു ബദലായി ഒരു ഗ്രൂപ്പോ അതിനു ബദലായി പുതിയൊരു സംഘാടന സംവിധാനത്തിലോ ഞങ്ങൾ ഇറങ്ങില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന പ്രാവർത്തികമാക്കണമെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകളാണ് ഞങ്ങൾ. ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിനൊരു ബദൽ ഞങ്ങൾ സൃഷ്ടിക്കില്ല. പക്ഷേ ആ പാർട്ടിയും നമ്മുടെ സംഘടനകളും ചെയ്യാൻ മടിക്കുന്ന ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പെരുന്നയിലും അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുമുള്ള ആളുകൾ, ക്രൈസ്തവരും നായർ സമുദായവും കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുമ്പോൾ ആ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുവാൻ അവർക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന, മൂന്നാം കണ്ണുകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും, ആ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഒളിച്ചു പിടിച്ച രഹസ്യങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന എന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി, സാമൂഹ്യ വിവേചന അധികാരത്തോടുകൂടി എന്റെ സമൂഹത്തെ കൂടുതൽ രേഖകൾ കൊണ്ടുവന്ന് താഴേക്കടയിലുള്ള നമ്മുടെ ജനങ്ങളിലേക്ക്, ഗ്രാസ് റൂട്ടിലേക്ക് അവർ
അവരുടെ കാതുകളിലേക്ക്, കണ്ണുകളിലേക്ക്, ബുദ്ധികളിലേക്ക് നിറയ്ക്കുവാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ജോലി എടുക്കുന്ന സംഘങ്ങളെ സൃഷ്ടിക്കുകയാണ് എന്റെയും എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.